ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ അലീന. അപ്പോൾ എന്തുണ്ട് എല്ലാവർക്കും വിശേഷം? സുഖമാണല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് ഒരു പുതിയ സ്റ്റോറിയാണേ. 2 വർഷം മുമ്പ് ആ തലതെറിച്ച സുരേഷിൻ്റെ ചോദ്യമാണ് എൻ്റെ സ്വഭാവം തന്നെ മാറ്റിമറിച്ചത്. അവൻ്റെ തലയിലൊരു കിഴുക്ക് കൊടുത്ത് തിരിച്ചു പോന്നുവെങ്കിലും അവൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? തെറ്റ് തന്നെയാണ്. സ്വന്തം പെങ്ങളെക്കുറിച്ചാണ് മറ്റൊരാൾ പറഞ്ഞത്. അത് ഫ്രണ്ടായാലും തെറ്റ് തന്നെ. പക്ഷേ അവൻ്റെ ആ ചോദ്യമായിരുന്നു എല്ലാത്തിനും തുടക്കം. എന്നാലും അവനെയും കുറ്റം പറയാൻ പറ്റില്ല. കുനിഞ്ഞു നിന്ന് പൈപ്പിൻ്റെ ചുവട്ടിൽ നിന്ന് മുഖം കഴുകുന്ന എൻ്റെ ചേച്ചിയുടെ പൊളി കൂടിയ ടോപ്പിൽ ഇടയിൽ കൂടി കാണുന്ന ഇറുകിയ ലെഗിങ്സിൽ എൻ്റെ ചേച്ചിയുടെ കൊഴുത്ത തുടയുടെ ഭംഗി ആസ്വദിച്ച് ഞാൻ അങ്ങനെ ബൈക്കിൽ നിന്ന് വന്ന് മുറ്റത്ത് നിന്നു. ഞാൻ എന്നെ പരിചയപ്പെടുത്തിയില്ലല്ലോ. ഞാൻ ആനന്ദ്, നന്ദു എന്ന് വീട്ടിൽ വിളിക്കും. വീട്ടിൽ അച്ഛൻ, അമ്മ, പിന്നെ എൻ്റെ ചേച്ചി അമൃത, കഥയിലെ നായിക. അച്ഛൻ ദുബായിൽ ഒരു കമ്പനി ഡ്രൈവറാണ്, അമ്മ ഹൗസ് വൈഫ്. ചേച്ചിയെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരു 5 അടി 4 ഇഞ്ചിൽ അത്യാവശ്യത്തിന് മാത്രം തടിയുള്ള മുതൽ. അവളെ കാണാൻ സിനിമാ നടി മാളവിക നായരില്ലേ, ഏതാണ്ട് അതുപോലെ ഇരിക്കും. അവളുടെ ചുണ്ടും കവളും കണ്ണും ഒരു രക്ഷയില്ല കാണാൻ. എപ്പോൾ ചേച്ചി M.Com ചെയ്തുകൊണ്ടിരിക്കുന്നു. വിവാഹാലോചനകൾ നടക്കുന്നുണ്ട്. ഞാൻ B.Com ഫസ്റ്റ് ഇയർ, 18 വയസ്സ്. ചേച്ചിക്ക് 22 വയസ്സ്, M.Com ഫൈനൽ ഇയർ. അവളിപ്പോൾ കോളേജിൽ നിന്ന് എത്തിയിട്ടേയുള്ളൂ. മുഖം കഴുകി അകത്ത് കയറാനുള്ള പരിപാടിയാണ്. അവൾ തിരിഞ്ഞെന്നെ നോക്കി നേരെ നിന്നുകൊണ്ട് ചോദിച്ചു, എന്താടാ അകത്ത് കയറുന്നില്ലേ നന്ദു നീ? എന്ത് കാഴ്ച കാണാൻ നിൽക്കുക? ചേച്ചി ഇന്ന് നേരത്തെയാണോ? ഇച്ചിരി നേരത്തെ കഴിഞ്ഞു. ഞാനും ബൈക്കിൽ നിന്നിറങ്ങി ഒരുമിച്ച് തന്നെ വീട്ടിൽ കയറി ഞങ്ങൾ. എന്താ കാലിൽ വല്ലതുമായോ? കാല് വല്ലാതെ കഴുകുന്നുണ്ടല്ലോ വന്ന ഉടനെ. ഞാൻ അവളുടെ കാലിൽ നോക്കി ചോദിച്ചു. ലെഗിങ്സ് അല്പം മുകളിലേക്ക് പൊക്കി കയറ്റി വെച്ചിട്ടുണ്ട്. വെളുത്ത കാലിൽ സ്വർണ്ണ കൊലുസ് വെള്ളം നനഞ്ഞപ്പോൾ തിളങ്ങുന്നുണ്ട്. അത് കണ്ട് എൻ്റെ ആൾ ബഹളം തുടങ്ങി. അത് വരുമ്പോൾ ചാണകം ഉണ്ടായിരുന്നു വഴിയിൽ, അത് ചവിട്ടി ചെരുപ്പിലും കാലിലും എല്ലാം ആയി. അപ്പോൾ എവിടെ നോക്കി നടക്കുമായിരുന്നു? ഞാൻ ചോദിച്ചു. അവൾ ഫോൺ കാണിച്ചു. ഇതിൽ നോക്കി. നിനക്കെന്താ? എനിക്കൊന്നുമില്ല. നല്ല നാറ്റമുണ്ട്, പോയി കുളിക്കടി. ഡാ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ എടി പൊടിയെന്ന് വിളിക്കരുതെന്ന്. ഓ എൻ്റെ ചേച്ചി പെണ്ണേ, നല്ല നാറ്റമുണ്ടടി, പോയി കുളിക്കാൻ. അവൾ മൂളിക്കൊണ്ട് അകത്തോട്ട് കയറിപ്പോയി. ഓഹ്, എന്തൊരു പിന്നഴകാണ് ദൈവമേ. എൻ്റെ ഫ്രണ്ട് സുരേഷിൻ്റെ സ്വപ്നമാണത് എന്നവൻ പറഞ്ഞിട്ടുണ്ട്. 2 വർഷം മുമ്പുണ്ടായ കാര്യം എൻ്റെ ഓർമ്മയിൽ വന്നു. ഞങ്ങൾ മറ്റേ പരിപാടി തുടങ്ങിയ കാലം ഒരുമിച്ചിരുന്ന് മോന്തയിലും ആളൊഴിഞ്ഞ പറമ്പിലുമെല്ലാം ഒരുമിച്ച് കൊച്ചു പുസ്തകം കാണലും മറ്റും, മണിക്കുട്ടനെ സന്തോഷിപ്പിക്കലും. അങ്ങനെ ഒരു ദിവസം ഫോണിൽ സ്വയംഭൻ ഒരു സാധനം കണ്ടുകൊണ്ട് ഇരിക്കുമ്പോഴാണ് സുരേഷ് പറഞ്ഞത്, ഇതിലൊരു സുഖമില്ലടാ, ഇതൊക്കെ കണ്ടുപിടുന്നതിന് ഒരു രസമില്ല. നമുക്കറിയുന്ന പെണ്ണുങ്ങളെ സൗന്ദര്യമൊക്കെ വർണ്ണിച്ച് അവരുമായി പോകുന്നതൊക്കെ ഓർത്ത് ചെയ്തു നോക്ക്, വല്ലാത്ത രസമാണ് സത്യമായിട്ടും. ആണോ? അറിയുന്ന പെണ്ണുങ്ങളോ? ആരെയാ നീ ഓർക്കുന്നേ? ഞാൻ ചോദിച്ചു. അത് പിന്നെ പറയടാ, ഞാനും ഒന്ന് അടിക്കട്ടെ. നിൻ്റെ അമ്മുച്ചേച്ചിയാടാ, എന്ത് ചരക്കാ നിൻ്റെ ചേച്ചി. അത് കേട്ട് ഞാൻ ദേഷ്യത്തോടെ അവൻ്റെ തലയിൽ ഒരു കിഴുക്ക് കൊടുത്തു. കള്ള നായിൻ്റെ മോനെ, ഇനി നീയും ഞാനും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നൊക്കെ പറഞ്ഞ് വീട്ടിലെത്തിയെങ്കിലും മനസ്സിൽ മുഴുവൻ അവൻ പറഞ്ഞ വാക്കുകളായിരുന്നു. എൻ്റെ ചേച്ചി ചരക്കാണെന്ന്. അവൾ എൻ്റെ റൂമിൽ നിന്നും അവളുടെ റൂമിൽ നടന്നു. ശരിയാണോ? എൻ്റെ ചേച്ചി ചരക്കാണോ? അന്ന് അവൾക്ക് 20 വയസ്സാണ്. ബെഡിൽ മലർന്ന് കിടന്നുകൊണ്ട് ഏതോ പുസ്തകം വായിക്കുന്ന അവളെ കണ്ട് എൻ്റെ നെഞ്ച് പിടയ്ക്കുന്നു. ഒരു വൈറ്റ് കളർ സ്കേർട്ട്, പിങ്ക് ടോപ്പാണ് അവളുടെ വേഷം. കാലുകൾ മുകളിലോട്ട് പൊക്കി വെച്ച് ആട്ടിക്കൊണ്ട് പുസ്തകം വായിക്കുന്ന അവളുടെ സ്വർണ്ണ കൊലുസും വെളുത്ത കാലുകളും. പിന്നെ അവൻ പറഞ്ഞ വാക്കുകൾ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. എൻ്റെ ചേച്ചി ചരക്ക് തന്നെ. എന്തൊരു ഷേപ്പാണ് എൻ്റെ ചേച്ചിക്ക്.
അങ്കലാവണ്യവും അതിനൊത്ത പിന്നഴകുമാണ് ചേച്ചിക്ക്. ചേച്ചി ഇപ്പോൾ കാണുമ്പോൾ പണ്ടുണ്ടായിരുന്ന പോലെ മൈൻഡല്ല ഇപ്പോൾ എനിക്ക്. അന്ന് മുതൽ എൻ്റെ ചേച്ചി എൻ്റെ സ്വപ്ന റാണിയായി മാറാൻ തുടങ്ങി. ഞാൻ പിന്നീട് സുരേഷിനെ വിളിച്ച് സോറി പറഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ചേച്ചിയെപ്പറ്റി ഓരോന്നും പറഞ്ഞും അവളുടെ ചില വസ്ത്രങ്ങൾ മോഷ്ടിച്ച് പരസ്പരം കൈമാറി ചില പരിപാടിയൊക്കെ ചെയ്തും അങ്ങനെ ഒരു ലഹരി ആയി മാറി. ഞാൻ അങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് സുരേഷിൻ്റെ കോള് വന്നത്. ഡാ കിട്ടിയോ? ഇല്ല, അവൾ കുളിക്കാൻ കയറിയിട്ടേ ഉള്ളൂ. എടുത്തിട്ട് വേഗം വാ. അവളുടെ ആ ഒരു കിക്ക് കിട്ടാതെ ഒരു സുഖമില്ല. വരാടാ. ഞാൻ ഫോൺ കട്ട് ചെയ്ത് അകത്ത് കയറി. അമ്മ ചായ കൊണ്ട് തന്നു. ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അമ്മുച്ചേച്ചി കുളി കഴിഞ്ഞ് തല തോർത്തിക്കൊണ്ട് വരുന്നത് കണ്ടു. ഒരു നൈറ്റി ആയിരുന്നു വേഷം. അവളും വന്ന് എൻ്റെ അടുത്ത് സോഫയിൽ തന്നെ ഇരുന്നു. ഞാൻ അവളോട് മുട്ടിയിരുന്നു. ഞാനപ്പോൾ അവളെ ഒന്ന് മണത്ത് നോക്കി. ഇപ്പോൾ നല്ല മണമായി ചേച്ചി. ഞാൻ അവളുടെ കക്ഷം ഭാഗം ആഞ്ഞു മണത്തുകൊണ്ട് പറഞ്ഞു. അയ്യാ, കുളിച്ചാൽ പിന്നെ നല്ല മണം ഉണ്ടാകില്ലേടാ ചെക്ക. അവൾ എൻ്റെ കയ്യിൽ ചെറുതായി അടിച്ചുകൊണ്ട് പറഞ്ഞു. ഞങ്ങളങ്ങനെ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവൾ കാലൊന്ന് പൊക്കി വെച്ചു. ഉള്ളിൽ പാവാട ഇട്ടിട്ടില്ല. അവളുടെ നഗ്നമായ കാല് തുണി പൊന്തിയപ്പോൾ കണ്ടു. ഞാൻ അങ്ങോട്ട് തന്നെ നോക്കിയിരുന്നു. കണ്ണെടുക്കാൻ തോന്നുന്നില്ല. എൻ്റെ നോട്ടം കണ്ടിട്ടാവണം അവൾ നൈറ്റ് താഴ്ത്തി കാല് രണ്ടും തറയിൽ വെച്ച്. ഞാൻ അവളുടെ മുഖത്ത് നോക്കിയപ്പോൾ ത്രെഡ് ചെയ്ത് വില്ല് പോലെ വളഞ്ഞ അവളുടെ പുരികം ചോദ്യഭാവത്തിൽ പൊക്കിക്കൊണ്ട് എന്നെ നോക്കി ഒരു ചെറു പുഞ്ചിരി തൂകി. അതുകൂടായപ്പോൾ എൻ്റെ സകല കൺട്രോളും പിടിവിടാൻ തുടങ്ങി. എടി അമ്മു, ഇങ്ങി വന്നേടി. എത്തിയ ഉടനെ ടി വിയുടെ മുന്നിലിരുന്നോളും. അമ്മയുടെ വിളിച്ചുകൂവൽ അടുക്കളയിൽ നിന്ന് കേട്ടപ്പോൾ മുടി വിടർത്തിയിട്ട് ചന്തി ആട്ടിക്കൊണ്ട് ഈ അമ്മ ഒരു സമാധാനം തരില്ല എന്ന് പിറുപിറുത്തുകൊണ്ട് സ്പീഡിൽ കിച്ചണിൽ പോയി. അവളുടെ പിന്നിൽ ഇളക്കം നോക്കിക്കൊണ്ട് ഞാൻ ആസ്വദിച്ചു നിന്നു. ഒരു ദിവസം നിന്നെ ഞാൻ പൊളിക്കും മോളെ, ഞാൻ മനസ്സിൽ പറഞ്ഞു. അപ്പോൾ ഫോൺ പിന്നെ റിങ് ചെയ്തു. സുരേഷ് എന്നെ. എന്താടാ, നീ എടുത്തില്ലേ? വേഗം വാ. വരാം, നീ കിടന്ന് പിടയ്ക്കല്ലേ. ഞാൻ ചേച്ചിയുടെ റൂമിൽ കയറി അവളുടെ ഇന്നലെ ഇട്ട ചുരിദാർ എടുത്തുകൊണ്ട് സ്ഥിരം ആളൊഴിഞ്ഞ പറമ്പിലെത്തി. അവിടെ അവൻ കാത്തിരിക്കുന്നുണ്ട്. കിട്ടിയോടാ? അവൻ എന്നെ കണ്ട ഉടനെ കാള കയറ് പൊട്ടിച്ച പോലെ വെറി പിടിച്ച് ചോദിച്ചു. ഇല്ലടാ, അവൾ ഇന്നിട്ടില്ലെന്ന് തോന്നുന്നു. റൂമിലൊന്നും കാണാനില്ല. ഷൂ, അവൾ എന്ത് പണിയാ കാണിച്ചത്? അവൻ മുഖം വാടിയിരുന്നു. ഞാൻ അവനെ ചുമ്മാ പറ്റിക്കാനായി പറഞ്ഞെങ്കിലും അടുത്ത നിമിഷം മൈൻഡ് മാറ്റി. ഇന്നാ കൊണ്ടുപോയി തിന്ന്. ഞാൻ അവൻ്റെ മുഖത്തേക്ക് ഡ്രസ്സ് എറിഞ്ഞു കൊടുത്തു. ഹായ്. സന്തോഷം കൊണ്ട് അവൻ്റെ മുഖം വിടർന്നു. ഡാ, പറ്റിച്ചു അല്ലേ? ഇങ്ങി വാടി അമൃതമോളെ എന്ന് പറഞ്ഞ് അവൻ ആ ഡ്രസ്സെടുത്ത് കലാപരിപാടി തുടങ്ങി. പണ്ടേതോ ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്ന് കിട്ടിയ ഡിസ്പ്ലേക്ക് വെക്കുന്ന പ്രതിമ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആ പ്രതിമയിൽ ചേച്ചിയുടെ ചുരിദാർ ഇടുന്നതിന് മുന്നേ അവൻ ആർത്തിയോടെ ചുരിദാർ കെട്ടിപ്പിടിച്ചു. എങ്ങനെയുണ്ട് സ്മെല്ല്? ഉഫ്, പൊളി അളിയ. അവൾ എന്താ ചെയ്യുന്നേടാ വീട്ടിൽ? ഇപ്പോൾ കിച്ചണിലാണോ പോരുമ്പോൾ? ഇന്ന് സീൻ വല്ലതും കണ്ടോ നന്ദു? കാലുകൾ കാട്ടി കൊതിപ്പിച്ചു മോനെ. നിൻ്റെ ഭാഗ്യം മോനെ, അവൻ കുലുങ്ങിക്കൊണ്ട് പറഞ്ഞു. ഞാൻ എൻ്റെ ഫോണിൽ അവളുടെ ഫോട്ടോസ് കൂടി കാണിച്ചു കൊടുത്തു. നോർമൽ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ അവന് കൺട്രോൾ പോയി തുടങ്ങി. അവൻ മൂളിക്കൊണ്ട് ആ പ്രതിമയിൽ ചേച്ചിയുടെ ചുരിദാർ ഇടിയിച്ചു. ചെറിയൊരു പൊളിഞ്ഞ മുറിയുണ്ട് ആ പറമ്പിനോട് ചേർന്ന്. അവിടെ വെച്ചാണ് കലാപരിപാടി. എടി അമൃതമോളെ, വാടി കൊച്ചുമ്മ എന്ന് പറഞ്ഞ് ചേച്ചിയുടെ ചുരിദാറിട്ട പ്രതിമയുമായി അവൻ കെട്ടിമറിഞ്ഞു. ഏറെ നേരം കഴിഞ്ഞ് എന്നോട് അവൻ പറഞ്ഞു, ഇനി നിൻ്റെ ടേൺ. ഓ, എനിക്കങ്ങനെ വേണ്ടടാ. എനിക്ക് കിട്ടുവാണേൽ ഒറിജിനലായി വേണം അവളെ. ഓ, കിട്ടുവാണേൽ എനിക്കും കൂടെ തരുവോടാ? കൊതിയായിട്ട് പാടില്ല. നമുക്ക് രണ്ടുപേർക്കും കൂടി അവളെ പൊളിക്കാടാ. ഞാൻ ആലോചിക്കട്ടെ. ഡാ, ആലോചിക്കാം. ഡാ, എനിക്ക് അവളെ കാണാൻ പറ്റുമോ? ഇന്ന് വേണ്ട, നാളെ സെക്കൻഡ് സാറ്റർഡേ അല്ലേ, ക്ലാസ് ഇല്ലല്ലോ, വീട്ടിൽ വാ. ഞങ്ങളങ്ങനെ കുറച്ചു നേരം സംസാരിച്ച് വീട്ടിലേക്ക് മടങ്ങി.
വീട്ടിൽ ചേച്ചിയും അമ്മയും ടി വിയുടെ മുന്നിലാണ്. റൂമിൽ പോയി ഒന്ന് മയങ്ങി. കുറച്ച് കഴിഞ്ഞ് എൻ്റെ പുറത്തെന്തോ കുത്തുന്ന പോലെ തോന്നി. കണ്ണ് തുറന്നു നോക്കിയപ്പോൾ ചേച്ചിയായിരുന്നു. ഡാ, അമ്മ വിളിക്കുന്നുണ്ട് ചോറുണ്ണാൻ. നൈറ്റ് തന്നെയാണ് വേഷം. അല്പം കുനിഞ്ഞു നിൽക്കുന്ന അവളുടെ താഴ്വാരം കണ്ട് ഞാൻ നോക്കിക്കിടന്നു. അവൾ അപ്പോൾ നിവർന്നു നിന്നു. ഞാൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങാൻ നേരം, ഡാ ഒന്ന് നിന്നേ. ചേച്ചിയുടെ വിളി പിറകിൽ നിന്ന്. ഞാൻ തിരിഞ്ഞു. എന്താ ചേച്ചി? ഓ, അപ്പോൾ ഞാൻ നിൻ്റെ ആരാ എന്ന് നിനക്കറിയാമല്ലേ? അതെന്താ ചേച്ചി? അത് പിന്നെ എനിക്കറിയില്ലേ. എന്നിട്ട് എന്താടാ ഇത്? അവൾ പിറകിലോട്ട് മാറ്റിപ്പിടിച്ച കൈ കാണിച്ചു. അതിൽ ഞാൻ അവളുടെ വേണ്ടപ്പെട്ട ഒരു വസ്ത്രമായിരുന്നു. ഞാൻ കാണിച്ച ഒരു കുരുത്തക്കേടിൻ്റെ തെളിവ് അതിലുണ്ടായിരുന്നു. ചേച്ചിയാണെന്ന ബോധം നിനക്കുണ്ടെങ്കിൽ ഇത് ചെയ്യുവോ? ഞാൻ എന്തു പറയണമെന്നറിയാതെ തരിച്ചു നിന്നു. അവളുടെ മുഖത്ത് ദേഷ്യവും സങ്കടവും കലർന്ന ഭാവം വിടർന്ന കണ്ണുകൾ ചുവന്നു തുടങ്ങി. പവിഴച്ചുണ്ടുകൾ വിറയ്ക്കുന്നു. കവിളുകൾ ചുവന്നു തുടങ്ങി. പവിഴച്ചുണ്ടുകൾ വിറയ്ക്കുന്നു. കവിളുകൾ ചുവന്നു തുടങ്ങി. ദേഷ്യം വന്നപ്പോൾ അവൾ കൂടുതൽ സുന്ദരിയായിട്ട് എനിക്ക് തോന്നി. അവളുടെ ശ്വാസം വേഗത്തിലായതിനാൽ മാറട ഉയർന്നു താഴുന്ന കാഴ്ച കൂടി ആയപ്പോൾ എന്നിലെ കാമം പിന്നെയും ഉണരാൻ തുടങ്ങി. ചേച്ചി, സോറി, പറ്റിപ്പോയി. എന്ത് സോറി? ഇത് ആദ്യമായിട്ടൊന്നും അല്ല നീ പണി ചെയ്യുന്നതെന്ന് എനിക്കറിയാം. ഞാൻ എപ്പോഴും കാണാറുണ്ട്. നിന്നെ പേടിച്ച് ഇപ്പോൾ ഇതൊന്നും ഇടാതിരിക്കാൻ പോവാ. ആണോ? ഇനി ഇടുന്നില്ലേ? സത്യമാണോ? ഞാൻ ത്രില്ലടിച്ചാണ് ചോദിച്ചെങ്കിലും അവൾക്കത് കളിയാക്കുന്ന പോലെയാണ് തോന്നിയത്. എൻ്റെ ചെവിയിൽ പിടിച്ച് തിരിച്ചു. ആടാ, ഞാനിനി ഇടാതെ നടക്കാം പട്ടി. ആ, വിട്. അവൾ പിടിവിട്ടു ചെവിയിൽ നിന്ന്. പറ, എന്ത് വൃത്തികേടാ നീ കാണിക്കുന്നത്? എന്ത് സുഖമാണ് ഇതിൽ നിന്ന് നിനക്ക് കിട്ടുന്നത്? സ്വർഗം കിട്ടും. എൻ്റെ ചേച്ചിയുടെ അതൊക്കെ എടുത്ത് അങ്ങനെ ചെയ്യുമ്പോൾ. എൻ്റെ പൊന്നു ചേച്ചി, എന്ത് ചരക്കാ. ഷോ. അവൾ വായ അല്പം അകത്തി നിന്നു. എന്നിട്ട് കൈകൊണ്ട് വായ പൊത്തിപ്പിടിച്ചു. എന്നെ തള്ളി മാറ്റി റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഞാനും പിന്നാലെ പോയി. ഭക്ഷണം കഴിക്കാനിരുന്നു. ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഞാൻ ചേച്ചിയെ ഇടയ്ക്കിടെ പാളി നോക്കി. പക്ഷെ അവൾ എന്നെ നോക്കുന്ന പോലുമില്ല. കഴിക്കുന്നതിനിടയ്ക്ക് അമ്മ നാളെ 2 കല്യാണം ഉണ്ടെന്ന കാര്യം ഓർമ്മിപ്പിച്ചു. ഒന്നല്പം ദൂരെയാണ്, മറ്റേതടുത്തും. ദൂരെ ഉള്ളത് അമ്മയുടെ തറവാടിൻ്റെ അടുത്തുള്ള വീട്ടിലാണ്. ചേച്ചിയുടെ ഫ്രണ്ട് കൂടിയാണ് കല്യാണ പെണ്ണ്. എന്നോടും ചേച്ചിയോടും പോകാൻ പറഞ്ഞു. അമ്മയ്ക്ക് കാൽവേദന ആയതിനാൽ ദൂരെ പോകാറില്ല. ചേച്ചി എതിർത്തു. എൻ്റെ കൂടെ പോകാൻ പറ്റില്ല എന്ന് പറയുമെന്ന് വിചാരിച്ചു. പക്ഷെ അവളുടെ കൂട്ടുകാരിയുടെ കല്യാണം ആയതുകൊണ്ട് അവൾ അങ്ങനെ പറഞ്ഞില്ല. പിറ്റേന്ന് ഞങ്ങൾ 2 പേരും കുളിച്ചൊരുങ്ങി. അവൾ സാരിയായിരുന്നു വേഷം. റൂമിൽ നിന്ന് വരുന്ന കാഴ്ച കണ്ടു. ചുവന്ന കളറിൽ ഗോൾഡൻ ഡിസൈനുള്ള സാരിയിൽ അവൾ കൂടുതൽ ചരക്കായി മാറിയിരിക്കുന്നു. മുടി വിടർത്തിയിട്ട് കണ്ണിൽ കാജൽ ഐ കളർ ചെയ്തിട്ടുണ്ട്. കണ്ണിൻ്റെ പോളകളിൽ റോസ് നിറത്തിൽ കളർ ചെയ്തിരിക്കുന്നു. ചെറിയ രീതിയിൽ ലിപ്സ്റ്റിക്ക് ടച്ച് ചെയ്തിട്ടുണ്ട്. കാതിൽ സെക്കൻഡ് സ്റ്റഡ് കൂടിയിട്ട് ഒരു നെക്ലേസ് മാലയും ബ്ലൗസിൻ്റെ കൈ വളരെ ചെറുതായി കയറ്റി വെട്ടിയിട്ടുണ്ട്. അവളുടെ വെളുത്ത കൈകളൊന്ന് പൊക്കിയ കക്ഷം കാണൂ എന്നെനിക്ക് തോന്നി. കയ്യിൽ വാച്ച് കെട്ടിക്കൊണ്ടിറങ്ങുന്ന അവളുടെ ഇടുപ്പിൽ നോക്കി ഞാൻ നിന്നു. അത്യാവശ്യം താഴ്ത്തി തന്നെയാണ് സാരി ഉടുത്തി വന്നിരിക്കുന്നത്. അല്പം മടക്കുള്ള അവളുടെ വെളുത്ത ഇടുപ്പ് നോക്കി ഞാൻ വെള്ളം ഇറക്കി നിന്നു. അവൾ വാച്ച് കെട്ടിക്കഴിഞ്ഞ് നേരെ നോക്കിയതും എൻ്റെ അരക്കെട്ടിൽ തന്നെയാണ് കണ്ണ്. അവിടെ പന്തികേട് കണ്ട അവൾ കുറച്ച് സെക്കൻഡ് അങ്ങനെ നോക്കി. എന്നിട്ട് എൻ്റെ മുഖത്ത് നോക്കി വൃത്തികെട്ടവൻ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അമ്മ കിച്ചണിൽ നിന്ന് വന്നു. വേഗം ഇറങ്ങിക്കോ മക്കളെ, മുഹൂർത്തം ആവും മുമ്പ് എത്തണ്ടേ. ഇന്നാ ഇതെടുക്കാൻ മറക്കണ്ട എന്ന് പറഞ്ഞ് കൊടുക്കാനുള്ള ഗിഫ്റ്റ് ബോക്സ് ആയിരുന്നു. ചേച്ചി അത് വാങ്ങി. ഞാൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. അവൾ കയറിയിരുന്നു. അവളൊന്നും എന്നോട് മിണ്ടുന്നില്ല. എന്താ ചേച്ചി, എന്നോടുള്ള പിണക്കം മാറിയില്ലേ? പിണക്കമല്ല, നിന്നോട് വെറുപ്പാണ് എനിക്ക്. പാവം അമ്മ, ഒന്നും അറിയണ്ട എന്ന് വിചാരിച്ചിട്ടാ. ഇല്ലെങ്കിൽ നിൻ്റെ കൂടെ വരില്ലായിരുന്നു ഞാൻ. ചേച്ചി പ്ലീസ്, എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാ. മര്യാദയ്ക്ക് മിണ്ടാതെ വണ്ടി ഓടിച്ചോ, ഇല്ലെങ്കിൽ ഞാൻ നിൻ്റെ കൂടെ വരുന്നില്ല. ഞാൻ പിന്നെ ഒന്നും മിണ്ടാൻ പോയില്ല. 3/4 മണിക്കൂർ യാത്ര കഴിഞ്ഞ് ഞങ്ങൾ അവിടെ എത്തി. ഒരു വലിയ ഓഡിറ്റോറിയത്തിലായിരുന്നു കല്യാണം. ബൈക്ക് നിർത്തി അവൾ ഇറങ്ങി. നടന്ന് ഞാൻ അവിടെ തന്നെ നിന്നു. ബൈക്കിൽ ചാരി അവൾ 1-2 സ്റ്റെപ്പ് നടന്ന ശേഷം എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കി. നീ വരുന്നില്ലേ? ഞാൻ ഒന്നും മിണ്ടാതെ നിന്നു.
വരുന്നുണ്ടേ വാ, ഞാൻ പോവാ എന്നും പറഞ്ഞ് അകത്തോട്ട് കയറിപ്പോയി അവൾ. ഞാൻ അവിടെ തന്നെ നിന്നു. കുറേ സമയം കഴിഞ്ഞ് ചേച്ചിയുടെ കോൾ എൻ്റെ ഫോണിൽ വന്നു. നന്ദു, നീ എവിടെയാ? എല്ലാവരും നിന്നെ തിരക്കുന്നു. വാ, ഭക്ഷണം കഴിക്കാൻ സമയമായി. ഞാൻ വരുന്നില്ല. ചേച്ചിക്ക് എന്നോട് ദേഷ്യമല്ലേ? പിന്നെ എന്തിനാ വിളിക്കുന്നേ? ഞാൻ ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ തന്നെ അവൾ എൻ്റെ അടുത്ത് വന്നു, എൻ്റെ കയ്യിൽ പിടിച്ചു. വാടാ ഇങ്ങോട്ട്. എന്താ നിൻ്റെ ഉദ്ദേശം? നീ വേണ്ടാത്ത ഓരോന്ന് ചെയ്തു വെച്ചിട്ട് ഇങ്ങനെ നിന്നിട്ട് എന്താ കാര്യം? വാ, വന്ന് ഭക്ഷണം കഴിക്ക്. ചേച്ചിക്ക് എന്നോട് ദേഷ്യമാണോ അല്ലയോ അത് പറ. നീ എൻ്റെ അനിയനല്ലേടാ. നിനക്കൊരു തെറ്റ് പറ്റിയാൽ ഈ ചേച്ചി ക്ഷമിക്കും. എനിക്കൊരു ദേഷ്യവും ഇല്ല. ഞാൻ അപ്പോൾ ചിരിച്ചു. എന്നിട്ട് ചേച്ചിയുടെ കയ്യും പിടിച്ച് ഹാളിൽ കയറി. എല്ലാവരുടെയും നോട്ടം എൻ്റെ ചേച്ചിയിലാണ്. അവിടെ ഞങ്ങളുടെ ബന്ധുക്കളെല്ലാം കണ്ടു സംസാരിച്ചു, ഭക്ഷണം കഴിച്ചു. ഞാൻ ചേച്ചിയെ പറ്റിപ്പിടിച്ച് തന്നെ നടന്നു. അവളുടെ ഫ്രണ്ട്സ് എല്ലാം വന്നപ്പോൾ എന്നെ പിന്നെ മൈൻഡ് ചെയ്യാതായി. അവരവിടെ സെൽഫി എടുത്തും ചെക്കൻ്റെയും പെണ്ണിൻ്റെയും ഒപ്പം സ്റ്റേജിൽ കയറി ഫോട്ടോ എടുത്തും സമയം ചെലവിട്ടു. ചരക്കുകളുടെ ഒരു മാലപ്പടക്കമായിരുന്നു അവരുടെ ഗ്യാങ്. എങ്കിലും ഒത്ത ചരക്ക് അമ്മുചേച്ചി തന്നെയെന്ന് എനിക്ക് തോന്നി. അവളുടെ സാരി പിന്നെയും താന്ന് വന്നിരിക്കുന്നു. അവളൊന്ന് തിരിഞ്ഞപ്പോൾ വട കണ്ടു. ഞാൻ അപൂർവമായി മാത്രം കാണുന്ന കാഴ്ച. ഞാൻ മാത്രമല്ല, താഴെ ഇരിക്കുന്ന കുട്ടികൾ മുതൽ അപ്പൂപ്പന്മാർ വരെ വാ പൊളിച്ച് അവളുടെ വടഷോ നോക്കി വെള്ളവിറക്കി. ബ്ലൗസിന് മുകളിൽ കൂടെയുള്ള മുഴുപ്പ്. ആ കാഴ്ച കൂടെ കണ്ടപ്പോൾ പൂർണ്ണമായി എല്ലാവരുടെയും കണ്ണുകൾ ചേച്ചിയിലാണെന്ന് മനസ്സിലായി. അവൾ സ്റ്റേജിൽ നിന്നിറങ്ങി കൂട്ടുകാരികളുമായി കസേരയിൽ വട്ടത്തിൽ ഒത്തുകൂടി സംസാരിക്കാൻ തുടങ്ങി. ഇടയ്ക്കെന്നെ പാളി നോക്കുന്നുണ്ട് ചേച്ചി. വലിയ മാമൻ എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട്, നന്ദൂട്ടാ, എന്താ ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചോ? എന്തായി പഠിപ്പൊക്കെ? അങ്ങനെ ഓരോ വിശേഷങ്ങൾ ചോദിച്ചു പറഞ്ഞിരുന്നു. ഒരു ദിവസം തറവാട്ടിൽ വാ കേട്ടോ, മുത്തശ്ശി എന്നും അന്വേഷണമാണ്, അമ്മാവൻ പറഞ്ഞു. അപ്പോഴേക്കും ചേച്ചി ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. ആ അമ്മു, എന്നാ ഇതുപോലെ നിൻ്റെ കല്യാണം? ഉടനെ തന്നെ കാണൂ. ഒന്ന് പോ മാമ, എനിക്കത്ര വയസ്സൊന്നും ആയിട്ടില്ല കല്യാണം കഴിക്കാൻ, അവൾ അമ്മാവൻ്റെ കയ്യിൽ തട്ടി പറഞ്ഞു. ആ, ഇനി എങ്ങോട്ടാ? 22 വയസ്സായില്ലേ, വലിയ പെണ്ണായി എന്ന് പറഞ്ഞ് മാമൻ അവളെ കണ്ണുകൾ കൊണ്ട് കൊത്തി വലിച്ചു. അപ്പോഴേക്കും അമ്മായി കൂടി ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. നോക്കമ്മായി, ഞാൻ അത്രയ്ക്ക് വലിയ പെണ്ണായിട്ടുണ്ടോ? ഈ മാമൻ പറയുന്നു. ആയി. അമ്മായിയും വിട്ടില്ല. ഷോ, എല്ലാവരും കണക്കാണല്ലേ എന്ന് പരിഭവം പറഞ്ഞു ചേച്ചി. അമ്മാവൻ്റെ കണ്ണ് അപ്പോഴും ചേച്ചിയുടെ അരക്കെട്ടിലാണെന്ന് ഞാൻ ശ്രദ്ധിച്ചു. അമ്മായി ഞങ്ങളോട് അമ്മ വരാഞ്ഞത് എന്താ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് ഞങ്ങൾ യാത്ര പറഞ്ഞിറങ്ങി. കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ മഴ പെയ്യാൻ തുടങ്ങി. ഇപ്പം മാറുമെന്ന് കരുതി ഞാൻ വണ്ടി നിർത്താതെ ഓടിച്ചു. പക്ഷേ മഴ കനത്തു. ഞങ്ങൾ 2 പേരും നനഞ്ഞു കുളിച്ചു. എടാ, വണ്ടി ഒതുക്കിക്കേ, മഴ കൂടി, നാശം. ഞാൻ അടച്ചിട്ടൊരു കടയുടെ മുന്നിൽ നിർത്തി. ഞങ്ങൾ ഓടിക്കേറി കടവരാന്തയിൽ നിന്നു. അപ്പോഴാണ് ഞാൻ ചേച്ചിയെ ശ്രദ്ധിച്ചത്. കണ്ണിലെഴുതിയ കാജലിൻ്റെ കളറെല്ലാം വെള്ളം കൊണ്ട് ഒലിച്ചു തുടങ്ങി. അവളുടെ വാൽക്കണ്ണിൽ ഒലിച്ചിറങ്ങി. മുടിയിലൂടെ മഴവെള്ളം ഒലിച്ച് അവളുടെ തോളിൽ തറയിലെല്ലാം വീഴുന്നു. സാരി അവളുടെ വയറിൽ ഒട്ടിക്കിടക്കുകയാണ്. ഇപ്പോൾ അവളുടെ ആലിലെ വയറിൻ്റെ ഷേപ്പ് വ്യക്തമായും കാണുന്നുണ്ട്. അവളുടെ ഇടതുവശമായി നിൽക്കുന്നത് കൊണ്ട് ഇടുപ്പിൽ വെള്ളത്തുള്ളികൾ കിടക്കുന്ന കാഴ്ച എൻ്റെ ഹൃദയത്തുടിപ്പ് കൂട്ടി. എൻ്റെ നോട്ടം കണ്ടിട്ടാവണം അവൾ സാരി വയറിലൊട്ടിയത് നേരെയാക്കി. അപ്പോൾ അവളുടെ പൊക്കിൽ വളരെ അടുത്ത് കണ്ടു. മതിയടാ എൻ്റെ ചോര കുടിച്ചത്, അവൾ കണ്ണുരുട്ടി എന്നെ നോക്കി പറഞ്ഞു. ഞാൻ പെട്ടെന്ന് തല മാറ്റി ചൂളി നിന്നു. മഴ കുറഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും വണ്ടിയിൽ കയറി. പക്ഷേ അടുത്ത പണി കിട്ടി. വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. നാശം, ഇത് പണി തന്നു. അയ്യോ, ഇനി എന്താ ചെയ്യുക? അടുത്ത മഴയും വരുന്നുണ്ട്. അവൾ ടെൻഷൻ അടിക്കാൻ തുടങ്ങി. നമുക്ക് ബസ്സിൽ പോവാം, വണ്ടി ഇവിടെ ഇരിക്കട്ടെ, പിന്നെ വന്ന് ശരിയാക്കാം എന്ന് പറഞ്ഞു. വാ ചേച്ചി, അവിടെ നിന്നാൽ ബസ് കിട്ടും. ഞാൻ ചേച്ചിയുടെ കയ്യിൽ പിടിച്ച് ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. കുറേ നേരം കാത്തു നിന്നു. അപ്പോഴാണ് ഫോണിൽ സുരേഷ് വിളിച്ചത്. അളിയാ, നീ എവിടെ? നിൻ്റെ വീട്ടിൽ ആരും ഇല്ലല്ലോ. ഞാൻ വരാൻ വൈകുമെന്ന് പറഞ്ഞ് ചേച്ചിയുടെ സീൻ പിടിക്കാൻ വന്നതാ തെണ്ടി. ഞാൻ ഫോൺ കട്ട് ചെയ്തു.
സമയം 5 മണി കഴിഞ്ഞു. റോഡിലൂടെ ബംഗാളികളും മലയാളികളും അടക്കം കൂലിപ്പണിക്കാരാണുങ്ങൾ പണി നിർത്തി പോകാൻ തുടങ്ങി. ബസ് സ്റ്റോപ്പിൽ എന്നോടൊപ്പം സാരി ഉടുത്ത് നിൽക്കുന്ന എൻ്റെ ചരക്ക് ചേച്ചിയെ കാമക്കണ്ണുകൾ കൊണ്ടൊഴിഞ്ഞ് ഓരോരുത്തരും വന്ന് നിറഞ്ഞു ബസ് സ്റ്റോപ്പിലാകെ. കുറച്ച് കഴിഞ്ഞൊരു ബസ് വന്നപ്പോൾ വാ ചേച്ചി ബസ് വന്നെന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ പിടിച്ച് ഞങ്ങൾ കയറാൻ നോക്കി. ചേച്ചിയെ ആദ്യം കയറ്റാനായി ഞാൻ അവളുടെ വയറിൽ പിടിച്ച് സഹായിച്ചു. എന്തൊരു സോഫ്റ്റാണ് അവളുടെ ഇടുപ്പ്. ചേച്ചിയെ കയറ്റി ഞാൻ കയറാൻ വേണ്ടി കാലെടുത്ത് വെച്ചതും എന്നെ തള്ളി മാറ്റി ബംഗാളി പട 4-5 മലരന്മാർ എൻ്റെ ചേച്ചിയുടെ പിന്നാലെ കയറി. എന്നിട്ട് ഞാനും കയറി. പിന്നെ ബസ്സിലൊന്ന് ശ്വാസം വിടാനുള്ള സ്ഥലം പോലും ഇല്ലായിരുന്നു. ഞാൻ ഒരുവിധം നോക്കിയപ്പോൾ കണ്ട കാഴ്ച എൻ്റെ ചേച്ചിയുടെ പിന്നിൽ മുട്ടിക്കൊണ്ട് ഒരു ബംഗാളി അവളോട് നന്നായി ചേർന്ന് നിൽക്കുന്നു. ഞാൻ അവൻ്റെ കൈ നോക്കി. ഭാഗ്യം 2 കൈയും മുകളിലെ കമ്പിയിലാണ്. പക്ഷെ അവൻ്റെ പിറകിലുള്ളവൻ്റെ കൈ പോയിരിക്കുന്ന കാഴ്ച കണ്ട് ഞാൻ ഞെട്ടി. അവൻ ചേച്ചിയുടെ ഇടുപ്പിൽ കൈവച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അവർ പരമാവധി സഹകരണം കാണിച്ചു എൻ്റെ ചേച്ചിയെ മുതലാക്കാൻ തുടങ്ങി. അവൾ എന്നെ തിരിഞ്ഞു നോക്കി. പക്ഷേ എന്നെ അവൾക്ക് കാണാൻ കഴിഞ്ഞില്ല. ബസ് കണ്ടക്ടർ ടിക്കറ്റ് തരാൻ വന്നു. അപ്പോൾ ഞാൻ അയാളുടെ ചെവിയിൽ പറഞ്ഞു, മുന്നിൽ നിൽക്കുന്ന എൻ്റെ ചേച്ചിയാണ്, ഒരു സീറ്റ് ഒപ്പിച്ച് കൊടുക്കാവോ? അയാൾ മുന്നിൽ നോക്കി. മോനെ, കാര്യം മനസ്സിലായി. തിരക്കുള്ള ബസ്സല്ലേ, ഈ നേരം സീറ്റൊന്നും കിട്ടില്ല. ഇതൊക്കെ സാധാരണയല്ലേ. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഈ ബംഗാളികളെ മാറ്റിത്തരാം. മോൻ ചേച്ചിയുടെ അടുത്ത് പോയി നിന്നോ. അതും പറഞ്ഞ് കണ്ടക്ടർ ഹിന്ദിയിൽ ഒച്ചത്തിൽ സംസാരിച്ചുകൊണ്ട് എനിക്ക് വഴിയൊരുക്കി. ഞാൻ ചേച്ചിയുടെ തൊട്ടുപുറകിൽ വരെ എത്തി. അതുവരെ അവളെ മുട്ടി ഉരുമി സുഖിച്ചു നിന്ന ബംഗാളിയും അവളെ തൊട്ട് തലോടി നിന്ന ബംഗാളിയും നിരാശയോടെ എന്നെ നോക്കി. എനിക്കപ്പോൾ ചിരി വന്നു. ഇനി എൻ്റെ ഊഴം. ഞാൻ കൊതിക്കുന്ന എൻ്റെ ചേച്ചിയുടെ തൊട്ടു പിന്നിൽ ഞാൻ മുട്ടിയുരുമി നിന്നു. പക്ഷേ ഞാനാണ് അവളുടെ പിറകിലെന്ന് അവൾക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ വന്നതുപോലും അറിഞ്ഞില്ല. അവൾ ബ്രേക്ക് ചെയ്യുന്നതിനനുസരിച്ച് ഞാൻ അവളിലേക്ക് അമർന്നുകൊണ്ടിരുന്നു. ഞാൻ അവളുടെ ചെവിയിൽ ചേച്ചി എന്ന് വിളിച്ചു. അവൾ തിരിഞ്ഞ്, ഡാ നീയോ, നീ എപ്പോൾ എൻ്റെ പിറകിൽ വന്നു? പിന്നെ കണ്ട ബംഗാളി വന്ന് നിൽക്കാൻ ഞാൻ സമ്മതിക്കുമോ? അപ്പോൾ ബംഗാളിയുടെ കയ്യിൽ നിന്നും ചേച്ചിയെ രക്ഷിച്ചതാ എൻ്റെ കുട്ടി. അതേല്ലോ. എന്നിട്ട് ഇതെന്താടാ? അവൾ എൻ്റെ നേരെ തിരിഞ്ഞു നോക്കി ചോദിച്ചു. ഞാൻ ഇവിടെ ഇതൊക്കെ കൊണ്ട് നടക്കുന്നത് എൻ്റെ പൊന്നു ചേച്ചിക്ക് വേണ്ടിയല്ലേ, ഞാൻ ചെവിയിൽ പറഞ്ഞു. പെട്ടെന്ന് ഒരു ബ്രേക്ക് ഡ്രൈവർ ചെയ്തപ്പോൾ ഞാൻ ബാലൻസ് തെറ്റി അവളുടെ വയറിൽ പിടിച്ചു. ഞാൻ ഒന്നുകൂടി അവളുടെ പിന്നിൽ അമർന്നു. അങ്ങനെ തന്നെ നിന്നു. ബസ് ഓരോ സ്റ്റോപ്പിൽ എത്തും തോറും തിരക്ക് കൂടിക്കൂടി വന്നു. ഞാനും ചേച്ചിയും കാന്ത ഇരുമ്പിൽ എന്ന പോലെ ഒട്ടി നിന്നു. അവളുടെ വിയർപ്പും പെർഫ്യൂമും കലർന്ന മണം എൻ്റെ മൂക്കിലേക്ക് തുളച്ച് കയറി. എനിക്ക് ആകപ്പാട് എന്തോ പോലെയൊക്കെയായി. എൻ്റെ കൈവിരലുകൾ അവളുടെ ദേഹത്ത് ചിത്രപ്പണി തുടങ്ങി. പുറത്ത് നല്ല മഴയായതിനാൽ ഷട്ടറെല്ലാം അടച്ച് ഇരുട്ടായിരുന്നു ബസ്സിൽ. ഞാൻ എൻ്റെ കൈ അവിടേക്ക് നീക്കി വെച്ചു. അപ്പോൾ അവൾ എൻ്റെ കയ്യിൽ ഒരു നുള്ളു തന്നു. ഞാൻ അവളുടെ കൈ എടുത്തു, എൻ്റെ കൈക്കുള്ളിൽ പിടിപ്പിച്ചു. അവൾ കൈ വിടുവിച്ചു. ആദ്യമൊക്കെ എതിർപ്പ് പ്രകടിപ്പിച്ച് നിന്നെങ്കിലും അവൾ ആസ്വദിക്കാൻ തുടങ്ങിയെന്നെനിക്ക് മനസ്സിലായി. ഞാൻ ഒരുമ്മ തരട്ടെ എൻ്റെ ചേച്ചി പെണ്ണെ, ഞാൻ ചെവിയിൽ ചോദിച്ചു. അവളൊപ്പം ഒന്ന് മൂളി. ഞാൻ പരമാവധി മുതലെടുപ്പ് തുടങ്ങി. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പെത്തി. ഞങ്ങൾ ഇറങ്ങി നടന്നു വീട്ടിലേക്ക്. ചേച്ചി, ഇന്ന് ഞാൻ റൂമിലേക്ക് വരട്ടെ? അവൾ ഒന്നും മിണ്ടിയില്ല. എന്നിട്ട് വേഗത്തിൽ നടന്നു. ഞാൻ പിന്നാലെ നടന്നു. വീടിൻ്റെ ഗേറ്റ് തുറന്നപ്പോൾ അവൾ എന്നെ നോക്കി ഒരു വശ്യമായി ചിരിച്ചിരിച്ചു. ആ ചിരി ഒരു ഗ്രീൻ സിഗ്നലായിരുന്നു. എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് ചേച്ചി ഗേറ്റ് തുറന്നു നടന്നു. ഞാൻ പിന്നാലെ നടന്നു. അവൾ കോളിംഗ് ബെൽ അടിച്ചു. പക്ഷെ അമ്മ വന്നില്ല. ചേച്ചി ഫോൺ എടുത്ത് അമ്മയെ വിളിക്കാൻ തുടങ്ങി. വീട്ടിൽ അമ്മ ഇല്ല എന്ന കാര്യം അറിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ലഡ്ഡു പൊട്ടാൻ തുടങ്ങി. ഹലോ അമ്മ, ഇതെവിടെയാ? അവൾ ഫോണിൽ വിളിച്ച് തിരക്കി. വേഗം വാ, കല്യാണം കൂടാൻ പോയാൽ വേഗം വന്നൂടെ? ദൂരെ പോയ ഞങ്ങളിങ്ങെത്തി. ആ ശരി. അവൾ ഫോൺ കട്ട് ചെയ്ത് എന്നെ നോക്കി. ഡാ, ആ ചെടിച്ചട്ടിയിൽ ചാവിയുണ്ട്, അതിങ്ങെടുത്തേ. ഡോറ് തുറക്കെന്നിട്ട്. ഞാൻ ചാവി എടുത്ത് കയറി ഡോറ് തുറന്നു. പിന്നാലെ ചേച്ചിയും. അമ്മ എവിടെ ചേച്ചി? ഹാളിൽ കയറിയപ്പോൾ ഞാൻ ചേച്ചിയോട് ചോദിച്ചു. അമ്മ രാധ ചേച്ചിയുടെ വീട്ടിലുണ്ട്. 2 പേരും കല്യാണത്തിന് പോയിട്ട് അവിടെ കൂടി.
അമ്മയുടെ ഫ്രണ്ടാണ് രാധ ചേച്ചി, അതായത് അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫ്. ഏകദേശം 1 കിലോമീറ്റർ ദൂരമുണ്ട് രാധ ചേച്ചിയുടെ വീട്ടിലേക്ക്. ചേച്ചി, റൂമിലേക്ക് കയറാൻ നിൽക്കുന്ന ചേച്ചിയെ ഞാൻ വിളിച്ചു. എൻ്റെ വിളി കേട്ട് തിരിഞ്ഞു നോക്കി അവൾ. എന്താടാ, അമ്മ ഇപ്പോൾ വരുമോ? അതൊന്നും പറഞ്ഞില്ല. എന്തിനാ? ചുമ്മാ ചോദിച്ചതാ. അവളൊന്ന് മൂളി വീണ്ടും അവളുടെ റൂമിലേക്ക് നടന്നു. നടക്കുമ്പോൾ തെന്നിക്കളിക്കുന്ന സാരിയിൽ പൊതിഞ്ഞ പിന്നഴക് നോക്കി ഞാൻ പോലും അറിയാതെ അവളുടെ പിന്നാലെ റൂമിലേക്ക് കയറൂ. എന്താ നന്ദു ഇങ്ങോട്ട് വരുന്നേ? ഇറങ്ങിപ്പോയേ നീ. ഈ നനഞ്ഞ സാരി ഒന്ന് അഴിച്ച് ഫ്രഷ് ആവട്ടെ ഞാൻ. പോ. അവൾ കണ്ണുരുട്ടി കാണിച്ചു പറഞ്ഞു. ഇല്ല, ഞാൻ പോവില്ല എന്ന് പറഞ്ഞ് ഞാൻ അവളുടെ ബെഡിൽ കയറി കിടന്നു. മലർന്നു കിടന്ന് അവളെ നോക്കി വഷളനാംഗ്യം കാണിച്ചു. അത് കണ്ട് അവൾ 2 കൈയും ഇടുപ്പിൽ കുത്തിപ്പിടിച്ച് എന്നെ നോക്കി. ഡാ, കുറച്ച് കൂടുന്നുണ്ട് ട്ടാ. നന്ദൂട്ടാ, നിന്നോടല്ലേ പറഞ്ഞ പുറത്തിറങ്ങാൻ? എനിക്ക് സാരി അഴിക്കാനാ. അഴിച്ചോ ചേച്ചി, അതിനെന്താ? അയ്യടാ, അങ്ങനെ മോനിപ്പോൾ കാണണ്ട. അതെന്താ, ഇത്രയൊക്കെ ആയില്ലേ? പ്ലീസ് ചേച്ചി. എത്രയൊക്കെ ആയെന്ന്? നിനക്ക് നാണമുണ്ടോ സ്വന്തം ചേച്ചിയെ ഇങ്ങനെ കാണാൻ? ഇല്ല, ഞാനും വിട്ടുകൊടുത്തില്ല. എനിക്ക് നാണമില്ല, കണ്ടോ? ഇവന് തീരെയില്ല. ഞാൻ ചേച്ചിയെ നോക്കി ഒരു കുരുത്തക്കേട് കാണിച്ചു. അത് കണ്ട് അവൾ വായ പൊളിച്ച് സെക്കൻഡ് നേരം നോക്കി നിന്നു. എന്നിട്ട് വൃത്തികെട്ടവൻ എന്നും പറഞ്ഞ് മുഖം തിരിച്ചു. അപ്പോഴും അവളുടെ ചുണ്ടിൽ ചെറുപുഞ്ചിരി തെളിഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ മൊബൈലെടുത്ത് ഒരു സ്വയംഭം വീഡിയോ എടുത്ത് പ്ലേ ചെയ്ത് തുടങ്ങി. സുരേഷ് എന്നതാണ്. അതിൽ നിന്നുള്ള ശബ്ദം റൂമിൽ മുഴങ്ങി. ചേച്ചിപ്പെണ്ണെ, ഒന്ന് നോക്കിക്കേ, നല്ല ഉഗ്രനാണ്. എനിക്ക് കാണണ്ട, നീ പോയേ. നന്ദൂട്ടാ, എന്താടാ ഇതൊക്കെ? മോശമാട്ടോ. ഞാൻ വിടാൻ ഒരുക്കമല്ലായിരുന്നു. ഇതിലും നല്ല അവസരം ഇനി കിട്ടാൻ പോണില്ല. എങ്ങനെയുണ്ട് സ്റ്റോറി? അപ്പോൾ ഇതിൻ്റെ ബാക്കി ഞാൻ നമ്മുടെ മാർച്ച് മിനി സീരീസ് ടെലഗ്രാം ചാനലിലാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ ചാനലിൽ ചെയ്യാനുള്ള ആഗ്രഹമുള്ളവർക്ക് ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ പുതിയൊരു സ്റ്റോറിയായിട്ട് ഉടനെ കാണാം. വിത്ത് ലവ്, അലീന.